ഖുർആന്റെ അനുബന്ധമാണ് ഹദീസുകൾ. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, ഇനി മറ്റ് ഹദീസുകളിൽ തന്നെ മറ്റു വകഭേദങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ അവിടേക്കൊന്നും ചർച്ച കൊണ്ടുപോകുന്നതിന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ വിഷയം അതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ചകളോ അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഡിബേറ്റ് ആയാലും ഡയലോഗ് ആയാലും ഒക്കെ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും രണ്ടു പക്ഷത്തെയും പ്രതിനിധികൾ ഇരുന്ന് എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. കാർബൺ വെച്ച് എഴുതിയ കോപ്പി ജോൺസൺ സാറിന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ഒന്നുകൂടി ഒരാവർത്തി നമ്മുടെ പണ്ഡിതർക്ക് അദ്ദേഹം എത്രയാണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ച് ഈ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ മീഡിയേറ്ററുമായി ഞാൻ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആനാണ് ചർച്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ചർച്ച. പിന്നെ ബ്രാക്കറ്റിലാണ് നമ്മൾ ഇതര ഗ്രന്ഥങ്ങൾ എന്ന് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമായിരുന്നു, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും സ്വഹീഹ് ബുഖാരിയും. ഇങ്ങനെ ഒരു സംഗതി നമ്മൾ എഴുതിയിട്ടില്ല. ഇതിൽ എഴുതിയിട്ടുള്ള വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം എന്നതാണ്. അതിന് തെളിവ് പരിശുദ്ധ ഖുർആൻ ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് വിശുദ്ധ ഖുർആനെ ഉദ്ധരിച്ചോളൂ, ഞങ്ങളാരും ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഒരു തടസ്സവുമില്ല. വിശുദ്ധ ഖുർആനെ ആയിരിക്കണം ഉദ്ധരിക്കുന്നത്. നമ്മുടെ തെളിവ് എന്ന് വളരെ വ്യക്തമായി എഴുതിയത് വിശുദ്ധ ഖുർആൻ അല്ല, ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാമെന്നുമല്ല എഴുതിയിട്ടുള്ള, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാവുന്നതാണ്. എന്ത് തെളിവാണ് ഉദ്ധരിക്കേണ്ടത്? തെളിവ് എന്താണ്? വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ച ഒരു കാരണവശാലും മറ്റൊരു മേഖലകളിലേക്കും കടന്നു പോകുന്നത് സുഗമമായുള്ള മുന്നോട്ടു പോക്കിന് ആധാരമല്ല എന്ന് വളരെ എളിയ ഭാഷയിൽ, സൗഹൃദത്തിന്റെ ഭാഷയിൽ, എന്റെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വരുന്ന മാനസികമായ വിഷയമായി പരിഗണിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ചർച്ച ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഇത് രണ്ടു കൂട്ടർക്കും ബാധകാട്ടോ. ചോദ്യം ചോദിക്കുന്നവരും അതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ചോദ്യം വരേണ്ടത്. വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പ്രവാചകത്വം തെളിയിക്കപ്പെടുന്നതും പ്രവാചകനല്ല എന്ന് സ്ഥാപിക്കപ്പെടുന്നതും. രണ്ടും ആ നിലയിലുള്ള ചർച്ചയാണ് വരേണ്ടത്. അതുകൊണ്ട് മുസ്ലിം പക്ഷത്തെ വിഷയാധിഷ്ഠിതമായ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഇരുപക്ഷത്തുമുള്ള പണ്ഡിതരെ, നമ്മുടെ വിഷയം പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നതിന് തെളിവായി ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് സജീർ ബുഖാരി വളരെ വ്യക്തമായി തെളിവുദ്ധരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനെ വളരെ വ്യക്തമായി തെളിവുദ്ധരിച്ചു. എന്നാൽ മറുവശത്തിരിക്കുന്ന സഹോദരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനല്ല എന്നതിന് ഒരു തെളിവും ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചത് കണ്ടില്ല. അതുകൊണ്ട് എന്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല എന്ന് തെളിയിക്കാമോ? ചോദ്യം ആവർത്തിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല എന്ന് തെളിയിക്കാമോ? ഹദീസുകളെ ഇങ്ങനെ തള്ളിപ്പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതര ഗ്രന്ഥങ്ങൾ എന്ന് ഞാനതിൽ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. ഇതര ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഖുർആനെ വിശദീകരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ടാണ് ഹദീസിൽ നിന്ന് എടുത്തുദ്ധരിക്കേണ്ടി വരുന്നത്. കാരണം ഞങ്ങൾ എന്ത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ പറ്റി ചോദിച്ചാൽ ഉടനെ പോകും. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഹദീസ് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സുന്ദരമായ അറബി ഓതിയിട്ട് പറഞ്ഞു, ഇതാ മരങ്ങൾ നടന്നു വന്നത്. അത് എവിടെയാ ഖുർആനിലുള്ളത്? അതൊന്ന് കാണിച്ചെന്നേ. ഏത് സൂറ, ഏതായതാ? അല്ല. അപ്പൊ പുറത്തു പോവുക, ഹദീസിലേക്ക് പോവുക. അപ്പൊ തങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിക്കാൻ ഹദീസിലേക്ക് പോകാം, മറ്റേത് പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആയത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് ആ ആയത്തിന്റെ വിശദീകരണമായിട്ടാണ് ഹദീസുകൾ കൊണ്ടുവരുന്നത്. എനിക്ക് ഈ ആയത്തിനെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല സഹോദര, ഇതിങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു തരണമായിരുന്നു. അത് ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല. ഞാനിവിടെ വ്യക്തമായിട്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഖുർആന് തെളിവായിട്ട് പുറമേന്ന് ഇത് കൊണ്ടുവന്നിട്ട് ഹദീസുകളിൽ നിന്ന് ഉദ്ധരിച്ച് ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഖുർആന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഉദ്ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് വഹി കിട്ടിയതെന്നുള്ള ആ ഭാഗം മാത്രമാണ്. ഒരു ആയത്ത് ഉദ്ധരിക്കാതെ ഹദീസ് മാത്രമായിട്ട് ഉദ്ധരിച്ചത്. മറ്റെല്ലാം ഞാൻ ആയത്ത് ഉദ്ധരിച്ച് ആ ആയത്തും ഈ ഹദീസും തമ്മിൽ ചേർത്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പ്രവാചകനല്ല എന്ന് വളരെ വ്യക്തമായി ഞാനിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെയും അദ്ദേഹം ഖുർആനിൽ നിന്ന് സ്ഥാപിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ചത് അദ്ദേഹം തെറ്റായി മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് അള്ളാഹു അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് അങ്ങനെ നിന്നെ എന്റെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹു നേരിട്ട് നബിയോട് ബഹുമാനായി മുഹമ്മദിനോട് പറഞ്ഞത് എനിക്ക് കാണിച്ചു തരാൻ പോകുന്ന. ഖുർആനിലുള്ളത് അള്ളാഹുവിന്റെ വചനമല്ല, അത് മലക്കിന്റെ വചനമാണ്. മലക്കുകളുടെ വചനമല്ല എനിക്ക് ആവശ്യം. അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ എവിടെ നിന്നോ വെള്ളം കൊണ്ടുവരാം. അള്ളാഹു നേരിട്ട് പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. മലക്കെന്ത് പറയുന്നത് എനിക്ക് പ്രശ്നമല്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരു ആയത്ത് ഉദ്ധരിക്കുകയും അതിന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം വീണ്ടും ഖുർആന്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ അദ്ദേഹം ശരിയായ വിധത്തിൽ അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കേട്ടത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഇവിടെ ഇപ്പൊ സംസാരിച്ച എന്റെ പ്രിയ സുഹൃത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്, എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് മുസ്ലിമീങ്ങളും ക്രൈസ്തവർ പ്രവാചകനല്ല ഖുർആന്റെ അടിസ്ഥാനത്തിൽ എന്ന് എഴുതാൻ കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇവര് നായികക്ക് 40 വട്ടം മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഖുർആൻ കൊണ്ട് പോലും തെളിയിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാ കവലുകളിലും പ്രസംഗിക്കാറുണ്ട്. അത് എന്തിനാണ് അവർ പ്രസംഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ബൈബിള് കൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയും. അത് ഈ കാലം വരെ അവർക്ക് സാധിച്ചിട്ടുമില്ല. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇവർ എല്ലാ സ്റ്റേജിലും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല, ഖുർആനിൽ പോലും ഇല്ല എന്ന് സകല സ്റ്റേജിലും പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ഈ വാദം നമ്മൾ എഴുതാൻ കാരണം. എന്ത്? ബൈബിള് കൊണ്ട് നിങ്ങൾക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ഒരു നിലക്കും സാധിക്കുകയില്ല. അത് ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇന്നലത്തെ സംവാദത്തിലും സാധിച്ചിട്ടില്ല. ഇന്ന് എന്നാൽ നിങ്ങൾ സ്റ്റേജിലുടനീളം സംസാരിക്കുന്ന ഒരു വാദം, അതെന്താ? മുഹമ്മദ് നബി പ്രവാചകൻ ആണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന വാദം. അത് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. അതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ചത്. ഖുർആനിൽ വ്യക്തമായി മുഹമ്മദ് നബി അള്ളാന്റെ ദൂതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ അത് ഖുർആനോട് സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? സഹോദര, ഞങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകണം. മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് പോയാലുള്ള വ്യവസ്ഥ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജാഅത്തുൽ ഓതിയത്. അത് ഞങ്ങൾ ഓതാൻ വേണ്ടി വന്നതല്ല. ഇപ്പൊ നിങ്ങളുള്ളവർ തന്നെ പറഞ്ഞു എന്ത് അദ്ദേഹം ഓതിയത് ഖുർആനല്ല. അതെ, അത് നിങ്ങൾ ഉന്നയിച്ചെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. ഖുർആൻ കൊണ്ട് ചോദിക്ക്, അല്ലാതെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചത് തെറ്റാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞങ്ങൾ മറ്റു ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് തെളിയിക്കുക. ഖുർആൻ കൊണ്ട് തന്നെയാണ് ഞാൻ തെളിയിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നു. തെളിവ് കൊണ്ടുവരാൻ പറയുമ്പോൾ എന്റെ തെളിവില്ല. അടയാളങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ എന്റെ അടയാളമില്ല. ഉള്ള അടയാളം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഞാൻ പറഞ്ഞു കൊടുത്ത് വേറൊരാൾ എഴുതിയ പുസ്തകം. ഞാൻ പ്രവാചകനാണെന്ന് പറയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രവാചകനാണ്. അപ്പൊ എന്താണ് തെളിവ്? നീ അത്ഭുതം കാണിക്കുക. അത്ഭുതം കാണിക്കാൻ പറ്റില്ല. പിന്നെന്താ തെളിവ്? ഇതാ, ഈ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ആര് പറഞ്ഞു കൊടുത്ത് എഴുതിയതാ? അത് ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിയതാ. ഇതാണോ തെളിവ്? ഇതെങ്ങനെ തെളിവാകും? ഞങ്ങൾക്ക് പ്രകൃത്യാതീതമായൊരു തെളിവ്, അമാനുഷികമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ളൊരു തെളിവാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുകയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അതിന് തെളിവെന്ന് പറയുകയും ചെയ്യുന്നത് യുക്തിക്ക് ഒരു വിധത്തിലും നിരക്കുന്നതല്ല. തെളിവ് വേണ്ടത് അങ്ങനെയല്ല. നമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം ചെയ്തതുമായ കാര്യങ്ങൾ പഠിക്കണം. ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നു പരിശുദ്ധ ഖുർആന്റെ അകത്ത് മുഹമ്മദ് നബി പറഞ്ഞതായ ഒരു വചനവുമില്ല, ഫുള്ള് അള്ളാഹുവിന്റെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഒരു വ്യക്തിയെ പ്രവാചകനാണോ അല്ലയോ എന്ന് അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷതകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അത് ഖുർആനിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ വചനമല്ല, ഉള്ള വചനം മുഴുവനും അള്ളാഹുവിന്റെയാണ്. അള്ളാഹുവിന്റെ വചനമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് മലക്കാണ് പറഞ്ഞു കൊടുത്തത് നമുക്കറിയാം, മലക്കിന്റെ വചനമാണുള്ളത്. എന്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുമില്ല. ഞാൻ ആദ്യമേ പോലെ ചോദിക്കുന്നതാണ്, അള്ളാഹു നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു നേരിട്ടൊരു വചനം പോലും പറഞ്ഞിട്ടില്ലായിരിക്കും, പിന്നെ ഖുർആൻ എങ്ങനെയാണ് തെളിവായിട്ട് എടുക്കാൻ പറ്റുന്നത്? അത് മലക്കിന്റെ വചനമല്ലേ? അള്ളാഹു നേരിട്ട് എവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. വീണ്ടും ഇതാണ് തെളിവ്, ഇതാണ് തെളിവ്. അതെങ്ങനെ ശരിയാവും? ഞാൻ എഴുതുന്ന പുസ്തകം എങ്ങനെയാണ് എന്റെ ദിവ്യത്വത്തിന് തെളിവാകുന്നത്, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും തരത്തിലുള്ള അവകാശവാദത്തിന് തെളിവാകുന്നത്? മറ്റൊരാൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയാനില്ലല്ലോ. പുറമേന്നൊരു സാക്ഷി എവിടെയുണ്ട്? പുറമേന്നൊരു സാക്ഷി കൊണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ സാക്ഷ്യമായിട്ട് യേശുക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, പ്ലസ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സാക്ഷ്യമുണ്ട്, പുറമേയുള്ള ഒരു സാക്ഷ്യമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമുണ്ട്. അതൊക്കെ വെച്ച് ഇന്നലെ ഇവിടെ വ്യക്തമായി തെളിയിച്ചു യേശുക്രിസ്തു ദൈവമാണെന്ന്. അപ്പോൾ തെളിവായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പുസ്തകം അത് പുറമേന്നൊരാളുടെ ആണെങ്കിൽ ശരിയാണ്, ഇതങ്ങനെയല്ലല്ലോ, തന്റെ തന്നെ അവകാശവാദമാണ്. എന്നിട്ടും ആ അവകാശവാദം വെച്ച് പോലും ഞങ്ങൾ സ്ഥാപിച്ചു അദ്ദേഹം പ്രവാചകനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ആ ഗ്രന്ഥത്തിന് എതിരായിട്ടുള്ള കാര്യം അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും? അവിടെ ഒന്ന് പറയുകയും അതിനെതിരായിട്ട് ഇവിടെ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് നമ്മൾ വിശ്വസ്തനായിട്ട് സത്യസന്ധനായിട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നത്? അത് ചിന്തിച്ചു നോക്കുക. നിങ്ങളിപ്പോ ഓതിയായിട്ട് ഏത് സുഹൃത്തിലാണ് ഖുർആാനിൽ ഉണ്ടാവുന്ന ചോദിച്ചത്? ഖുർആാനിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോട് വന്നിട്ടുള്ളത്. ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാ വന്നത്. നമ്മളിവിടെ ചോദിക്കാൻ വന്നതല്ലോ. നിങ്ങളിപ്പോ ഒരൊറ്റ ആയത്ത് ഇപ്പോഴും ഓതിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്നതിന്റെ ഒരു ആയത്ത് ഓതി. നിങ്ങൾ കുറെ വേദ പറഞ്ഞത്, കുറെ കഥ പറഞ്ഞോട് കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാം. അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നത് ഞങ്ങൾ വ്യക്തമായി ഇവിടെ തെളിയിച്ചു. ഞാൻ എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? ഇനിയും ഇതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരെ ഇടപെടേണ്ടി വരും. കാരണം ഖുർആനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾ തീർത്ത് പറയും. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇതൊക്കെ ഖുർആനാണോ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തെളിയിക്കാമോ? സൂറ 33:21 പറയുന്നു, അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഈ ഉത്തമമായ മാതൃക എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് പറ. അത് നിങ്ങൾക്ക് ആ മാതൃക അന്വേഷിച്ച് നിങ്ങൾ പോകുന്നത് എവിടേക്കാണ്? ഹദീസിലേക്കാണ്. ആ ഹദീസുകൾ എടുത്ത് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യത്തിന്റെ വിശദീകരണം നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് കിട്ടുന്നു, നിങ്ങൾ അത് അംഗീകരിക്കുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ. അദ്ദേഹം പ്രവാചകനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, അതിനൊരു തെളിവ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിയ പുസ്തകമാണ് അതിന്റെ തെളിവ്. ഇത് എങ്ങനെ യുക്തിക്ക് നിരക്കുന്നതാവും? അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടം പോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. എനിക്ക് ദൈവകൃപയാൽ എനിക്ക് എഴുതാനും വായിക്കാനെങ്കിലും അറിയാം. ഞാൻ തന്നെ സ്വയമായിട്ട് എഴുതി ഉണ്ടാക്കിക്കോളാം പുസ്തകം. എന്നിട്ട് ഞാൻ പറയുകയാണത്, ഇതാണ് എന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ്. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? പറ. നിങ്ങളത് അംഗീകരിക്കില്ല എന്നാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒരു പ്രവാചകന് യോജിച്ചതാണോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും അവകാശപ്പെടാം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം കൂടി നാം വെച്ച് നോക്കുമ്പോൾ കർത്താവ് ആ യേശുക്രിസ്തു പറഞ്ഞു, ഫലം കൊണ്ട് നിങ്ങൾക്ക് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തിയുടെ ഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹം താൻ പറഞ്ഞു കൊടുത്ത് എഴുതിയ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് പരിഗണിക്കാൻ പറ്റും?
ഇതാണ് എന്റെ ചോദ്യം. ശരി, ചോദ്യമല്ല, അതിന്റെ ഉത്തരം. അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ചോദിച്ചതിന് എന്റെ ഉത്തരം ഇതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിച്ച പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം പ്രവാചകനാണ് എന്നൊക്കെ ഭയങ്കരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം നാം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പറഞ്ഞതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പ്രവാചകനായിട്ട് എങ്ങനെ പരിഗണിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി. ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ ഒരു വിധത്തിലും യുക്തിക്ക് നിരക്കുന്ന വിധത്തിൽ നമുക്കത് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ അത് സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ഞാൻ തന്നെ എഴുതിക്കൊണ്ടുവരുന്ന, ഞാൻ പറഞ്ഞ വാക്കും ഞാൻ എഴുതിക്കൊണ്ടുവരുന്നത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എഴുതിക്കൊണ്ടുവരുമ്പോൾ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? അതിനെന്തെങ്കിലും ആ സാക്ഷ്യത്തിന് വില കൂടുതലുണ്ടോ? ഞാൻ എന്റെ വായു കൊണ്ട് പറയുന്നതും ഞാൻ എഴുതി കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതോ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. അപ്പോൾ അവകാശവാദം ആർക്കും ഉന്നയിക്കാം. ആ അവകാശവാദത്തെ നാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. ഓരോ വസ്തുതകളും നാം മുൻപോട്ട് വെച്ച് അദ്ദേഹത്തിന്റെ ഓരോ അവകാശവാദത്തെയും നാം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു പ്രവാചകന് വേണ്ടുന്ന ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. സഹോദര, ഇത്ര വെപ്രാളപ്പെട്ട് ഒരുപാട് പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം പറയുന്നു സ്വന്തം എഴുതി ഉണ്ടാക്കിയതെന്ന്. ഈ വിഷയം തീരുമാനമാകണമെങ്കിൽ ആദ്യം ഞങ്ങളോട് വ്യവസ്ഥ എഴുതിയ ജോൺ സാറും നിങ്ങളൊരു സംവാദം നടത്തിയിട്ട് വരണം. കാരണം എന്താ അറിയോ, ജോൺ സാറ് പറയുന്നു പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞങ്ങളിത് തെളിയിക്കുന്ന പറഞ്ഞത് ഞങ്ങളോട്. അത് ഏത് ഖുർആനാണ് നിങ്ങൾ ജോൺ സാറിനോട് ചോദിക്ക്. അദ്ദേഹം ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്കും മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് തെളിയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഖുർആൻ കൊണ്ട് തിരിച്ച് നിങ്ങൾ തെളിയിക്കുന്നാ പറഞ്ഞത്. ആ ഖുർആൻ ഏതാണ്? മുഹമ്മദ് നബി എഴുതിയതാണോ അല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾ അത് തീരുമാനിച്ചിട്ട് വരണം. ഞങ്ങൾ പറഞ്ഞത് മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആൻ മുഹമ്മദ് നബി അവതരിപ്പിച്ചു കൊടുത്തു. ആ ഖുർആനിലുണ്ട് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്നുണ്ട്. എന്നാൽ ഏതുപോലെ ബൈബിൾ നിങ്ങളുടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ ദൈവമെന്ന് പറയുമ്പോൾ ദൈവമാണെന്ന് സാധിക്കാൻ നിങ്ങൾക്ക് ബൈബിൾ കൊണ്ടില്ല, ഈ കാലം വരേക്കും സാധിക്കാത്തതുപോലെ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഖുർആൻ കൊണ്ട് സാധിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മുദ്ര കുത്തിയപ്പോൾ ഖുർആനിൽ വ്യക്തമായി മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഖുർആനാണ്? ആ ഖുർആനാണ് ജോൺ സാർ ഇതാ ഞങ്ങൾ മുന്നിൽ വെച്ച് എഴുതിയത്. ആ ഖുർആനാണ് ഞങ്ങൾ ഓതിയത് മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണ് എന്ന്. അതുകൊണ്ട് ഈ ഖുർആനിൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതുപോലെ ബൈബിളിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല, അതുപോലെ ഖുർആനിൽ ഞങ്ങൾക്കെതിരായിട്ട് ബൈബിളിൽ യേശുക്രിസ്തു പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണ്. എന്നാൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഞങ്ങളെ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഇത് ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഏത് ഖുർആനിൽ വെച്ചാ വ്യവസ്ഥ എഴുതാൻ നിങ്ങൾ തയ്യാറായത്? ഏത് ഖുർആനാ ചർച്ച ചെയ്യാൻ നമ്മളോട് വന്നത്? നിങ്ങൾ ചോദിക്കൂ ജോൺ സാറിനോട്, ഏത് ഖുർആനാണ് നിങ്ങൾ ആദ്യം അതൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്ക്. ആ ഖുർആനാ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്. ആ ഖുർആനിലുള്ള ഇതാ ഞങ്ങളെടുത്ത് കയ്യിലുണ്ട്, ആ ഖുർആൻ വെച്ചിട്ടാ തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ വിഷയത്തിൽ നിന്ന് മുങ്ങിയിട്ട് ഈ ഖുർആനല്ല വേറെ ഖുർആൻ വരണം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. മറുപടി പറയണം. ഇപ്പോ ഖുർആനെ ആസ്പദമാക്കിയാണ് താൻ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ നിന്നുള്ളതായിരിക്കുന്ന ആയത്തുകൾ എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് തീർച്ചയായിട്ടും നമ്മുടേതായിരിക്കുന്ന ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും അത് വേണ്ടിവരും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഖുർആനോടുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനോട് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ സൈലന്റ് ആയിട്ടുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. ഏത് ഖുർആനാണെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ, അത് ഉസ്മാനിയ ഖുർആനാണ്. നിങ്ങളെന്ന് ഉപയോഗിക്കുന്ന ഉസ്മാനിയ ഖുർആൻ തന്നെയാണ്, വേറെ ഖുർആനൊന്നുമല്ല. ആ ഖുർആനിൽ തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ സംസാരിച്ചപ്പോൾ ബഹുമാനായ സജീർ ബുഖാരി മൈക്കൽ ബ്രൗണിനെ ഉദ്ധരിച്ചു, ബാബു പോളിന്റെ പുസ്തകം എടുത്ത് വായിച്ചു കേൾപ്പിച്ചു. ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോയില്ല. ഞങ്ങൾ ഈ രണ്ടുപേരെ അംഗീകരിക്കുന്നവരല്ല. വാസ്തവം പറഞ്ഞ മൈക്കൽ ബ്രൗണിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ബാബു പോളിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കാത്ത ആൾക്കാരുടെ പുസ്തകം എടുത്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഞങ്ങൾ പക്ഷെ ഒന്നും പറയാൻ പോയില്ലല്ലോ. ഇവിടെ ഈ ഹദീസ് എന്ന് പറയുന്നത് ലോകത്തുള്ള മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതാ.
ചേകന്നൂരിനെ പോലുള്ള കുറച്ച് വിഭാഗം മാത്രമേ അംഗീകരിക്കാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഷിയാക്കൾക്ക് വേറൊരു ഹദീസാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അംഗീകരിക്കാത്ത പുസ്തകം എടുത്തിട്ട് നിങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഞങ്ങളൊന്നും മിണ്ടിയില്ല. പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ രണ്ടാം പ്രമാണമായിരിക്കുന്ന പുസ്തകമാണത്. നിങ്ങൾ തന്നെ, ഞാൻ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത സ്നേഹിതന്മാര് മുസ്ലിങ്ങളാണ്. അവ ഞാൻ അവരോട് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല. അവരോടും ചോദിച്ചപ്പോൾ അവർ അത് രണ്ടാം പ്രമാണമാണ്, അതിൽ നിന്നേ ഞങ്ങൾക്കത് വിശദീകരിച്ച് തരാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ രണ്ടാം പ്രമാണമായിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പോലും ഞങ്ങൾ ഉദ്ധരിക്കരുതെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകുന്നു? ഞങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആൾക്കാരുടെ പുസ്തകത്തിൽ ഉദ്ധരിക്കാം, അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് നിങ്ങളുടെ രണ്ടാം പ്രമാണമാണല്ലോ. നിങ്ങൾക്ക് ഹദീസ് തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ മാത്രം അനുസരിച്ച് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് നിങ്ങൾ എത്രയോ പ്രാവശ്യം ചേകന്നൂരിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ചിലരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഹദീസ് ഇല്ലാതെ ഒന്നും പറ്റില്ല. അവിടെ സഹീ മുസ്ലിമിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് ഇല്ലാതെ ഇസ്ലാമിന്റെ ചര്യകൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, വിശദീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ്, നിങ്ങളുടെ ആളുകൾ എഴുതിയ പുസ്തകം തന്നെയാണ്, നിങ്ങളുടെ പണ്ഡിതന്മാർ കളക്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, അല്ലാതെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ ഹിന്ദുക്കളോ ഉണ്ടാക്കിയതൊന്നുമല്ല. അങ്ങനെയുള്ള സാധനമാണ്. ഇവിടെ ഖുർആനും ഇതര ഗ്രന്ഥങ്ങളും ഉണ്ട്. ഖുർആനിന് മാത്രമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണ്, ഖുർആനിന് മാത്രം സത്യമാണ്. ഇന്നലെ നിങ്ങൾ ബാബു പോളിനെയും മൈക്കിൾ ബ്രൗണിനെയൊക്കെ ഉദ്ധരിക്കുന്നത് ഇതര ഗ്രന്ഥങ്ങൾ എന്നുള്ള ആ ഒരു ക്ലോസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയാതിരുന്നത്. കാരണം ഇതര ഗ്രന്ഥങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അവർ പുറമേ നിർത്തി ഉദ്ധരിക്കുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിടാന്നല്ലാതെ എതിർക്കാൻ നിന്നില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം ഇതര ഗ്രന്ഥങ്ങൾ എന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അതേ സ്വാതന്ത്ര്യം തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത്. ഇതര ഗ്രന്ഥങ്ങൾ എന്നുണ്ടല്ലോ, ഖുർആനിന് മാത്രമല്ലല്ലോ. ആ ഇതര ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളി പറയുന്ന പുസ്തകമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ രണ്ടാം പ്രമാണമായിരിക്കുന്നതെന്നാണ് ഞാൻ എടുത്ത് ഉദ്ധരിച്ചതും. സഹീഹല്ലാത്ത ഒരു ഹദീസ് പോലും ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. സഹീഹായ സഹീഹ് മുസ്ലിമിൽ നിന്ന് അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമല്ലാതെ പിന്നെ ഒരു വാക്യം ഞാൻ ഇബ്ൻ സഅദിന്റെ കിതാബ് അൽ തബാഖത്ത് അൽ കബീറിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നുമല്ലാതെ സീറ ഗ്രന്ഥങ്ങളിലേക്ക് പോയിട്ടില്ല. സീറ ഗ്രന്ഥങ്ങളിൽ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. നമ്മളെ പരിപാടി വിജയിച്ചു, അൽഹംദുലില്ലാ. ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല എന്ന് മുമ്പിൽ പറഞ്ഞു, ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. പിന്നെ വ്യവസ്ഥയിലുണ്ട് ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാം, അതൊന്ന് കാണിച്ചു തരണം. ഇതാണ് ഇപ്പൊ നമ്മളെ വ്യവസ്ഥ. ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാം എന്നതിൽ എവിടെയുള്ളത്? നമ്മളിവിടെ വളരെ വ്യക്തമായി ഇതിന്റെ മുമ്പ് ഇവിടെ പലതവണ വിശദീകരിച്ചു. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാം. ഞങ്ങൾക്കത് കണിശമായിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, എഴുതുന്നു. കാരണം വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിക്കണമെങ്കിലും അത് പാരായണം ചെയ്യണമെങ്കിലും ഇസ്ലാമികമായ കൃത്യമായ പരിശുദ്ധി ഉണ്ടായിരിക്കണം. അത് ഇല്ലാത്ത ഒരാൾ അത് കയ്യിൽ പിടിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പരിഭാഷ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചർച്ച. ഖുർആൻ പരിഭാഷ നിങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് അറബി ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. ആ ഭാഷയിൽ പറഞ്ഞതിന് എതിരാവാത്ത രീതിയിൽ നിങ്ങൾക്കത് സമർത്ഥിക്കാം. അല്ലെങ്കിൽ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകങ്ങൾ ഉദ്ധരിക്കാം, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാം. ഖുർആൻ തന്നെ നിവർത്തിപ്പിടിച്ചതാ, ഇതിൽ പറഞ്ഞതാ, ഇതാണ് ഞങ്ങൾ ഉദ്ധരിച്ചത്, ഇങ്ങനെ പറഞ്ഞ് മുസാഫ് ഉയർത്തി കാണിക്കണം എന്ന ഇടങ്ങേറ് നിങ്ങൾ കണ്ട് ഒഴിവാക്കി തന്നേ ചെയ്തിട്ടുള്ളൂ. ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാമെന്ന് വ്യവസ്ഥയിലില്ല. ഇനി അതും പറഞ്ഞിട്ട് കേൾക്കണ്ട. പിന്നെ ഇപ്പൊ ഒരു സുവിശേഷ പ്രസംഗം നടത്തി, അതിപ്പോ ഖുർആനിലെ ഏതായത്താ? നമ്മളെ ചോദ്യം മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതിന് ഗണ്ണിക്കുന്ന ഒരു ആയത്ത് ഓതാമോ? മൂപ്പര് 2-3 പ്രാവണ പറഞ്ഞു. ഞങ്ങൾ ഖുർആനില്ല എന്നുള്ളത് സമ്മതിച്ചു, ഇനി അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല, അതുകൊണ്ട് ഹദീസ് പറഞ്ഞു. ഹദീസ് പറഞ്ഞു. ഞങ്ങളാരും ഹദീസിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അതിന് ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള വകുപ്പ് നിങ്ങൾ ആരും നോക്കണ്ട. അത് നമുക്ക് വളരെ സുന്ദരം, ഞങ്ങൾ ഹദീസ് അംഗീകരിക്കുന്നവരാണ്. വളരെ സുന്ദരമായ ഹദീസിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ തന്നെ ബുഖാരി മുസ്ലിം ഒക്കെ ചർച്ച ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമ്മളിപ്പോ ഒരു വ്യവസ്ഥ എഴുതിയില്ല സഹോദരന്മാരെ. എന്താ അതിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാത്തേ? നിങ്ങൾ ആ കൊണ്ടുവന്ന പരിഭാഷ എന്റെ കയ്യിലുണ്ട്, സഹീഹ് മുസ്ലിം നിങ്ങൾ കൊണ്ടുവന്ന എന്റെ കയ്യിലുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ ബൈബിൾ ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങൾ എന്ന് എഴുതിയിരുന്നു. അതിന് ഉപോത്ബലകമായി ഇവിടുത്തെ ബഹുമാനനായ സ്പീക്കർ ഇതിലെഴുതിയിരിക്കുന്നത് ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും എന്നാണ്. വളരെ വ്യക്തമാണ്.
ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റോബർട്ട് ബ്രൗണിന്റെയും ബാബു ഡി പോളിന്റെയും പുസ്തകം ഉദ്ധരിക്കാമെങ്കിൽ ഇതര ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാമെന്നാണ്. ഇത് മലയാളമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. ഇതര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇതര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഒരു ഗ്രന്ഥമല്ല, ഇതര എത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കൊട്ടേഷൻസോ റെഫറൻസോ എടുക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളും അത് മാത്രമാണ് ഞങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരിയാവുകയും ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റാവുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ നിന്ന് വഴി തിരിച്ചുവിടുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകൻ അല്ല എന്ന് ഞങ്ങൾ ഇവിടെ സമർത്ഥിച്ചത് ഖുറാനിലെ ചില ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിറവേറിയിട്ടില്ല, അദ്ദേഹം അത് ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചില ഉദാഹരണങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് അദ്ദേഹം ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ബൈബിളിന്റെ ഒരു അടിത്തറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കാത്തവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനല്ല. അതുകൊണ്ട് പ്രവാചകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം. ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിങ്ങളുടെ ഖുറാനിൽ തന്നെ പറഞ്ഞതുപോലെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിധി കൽപ്പിക്കും. പക്ഷെ ചർച്ച ചെയ്യും. ഞങ്ങൾ ചർച്ചയിൽ പല ഖുറാനിലെ പല ഭാഗങ്ങളും ഞങ്ങൾ എടുത്തു. കൂട്ടത്തിൽ ഇതര ഗ്രന്ഥങ്ങളും ഞങ്ങൾ റെഫർ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തെ മാറ്റിക്കളയരുത്, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിരുദ്ധമായി പറ്റി. ഇപ്പോഴും ഓദ്യത ആയത്തല്ലല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖുറാനിൽ ആയത്താന്ന് തോന്നിക്കണോ? നമ്മളെ ചോദ്യം വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് തെളിയിക്കുന്ന ഒരു ആയത്തോതാനാണ്. പിന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ബഹുമാനപ്പെട്ട അനിൽ അയ്യപ്പൻ പറഞ്ഞു, ഞാൻ മൈക്കിൾ ബ്രൗണിനെ ഉദ്ധരിച്ചു. ഞാൻ മൈക്കിൾ ബ്രൗണിനെ ഉദ്ധരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആളെ കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. ഇപ്പൊ ജോൺസൺ സാർ വന്നുകൊണ്ട് പറഞ്ഞു, പിന്നെ ഞാൻ പിന്നെ റോബർട്ട് ബ്രൗണിനെ ഉദ്ധരിച്ചു. ഞാൻ അയാളെയും ഉദ്ധരിച്ചിട്ടില്ല. ഉള്ളത് പറയാം, നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇന്നലെ ഫ്രാൻസിസ് ബ്രൗൺ എഴുതിയ ഡിക്ഷണറി ഉദ്ധരിച്ചു. ഡിക്ഷണറി ഒരു വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ ഏൽ ഗിബ്ബോദിയും വീരനാം ദൈവം എന്ന് നിങ്ങൾ തെറ്റായി നൽകുന്ന പരിഭാഷ ഭാഷാപരമായി ഭാഷാ പണ്ഡിതന്മാർ, ഞാൻ മാത്രമല്ല അപ്പുറത്തിരുന്ന് ഫിന്നി സാറും പറഞ്ഞില്ല സാറേ, BDB ഡിക്ഷണറി നിങ്ങളും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞു, സ്വാഭാവികം. പിന്നെ ഞങ്ങൾ ബാബുപോളിന്റെ സാധനം വായിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ അംഗീകരിക്കണ്ടോ ഇല്ല എന്നുള്ളതല്ല, യഹോവ എന്ന പദം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് തീരുമാനമായിക്കണമെന്നാണ്. അത് ഇന്നലെ വിശാവതരണത്തിൽ അത് യാഹ്വേ വായിക്കണോ, യഹോവ വായിക്കണോ, ജഹോവ വായിക്കണോ, അങ്ങനെ നിങ്ങൾ അതൊരു തീരുമാനമല്ലാത്ത വർത്തമാനം നിങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. അതാ ഞാൻ ബാബുപോളിന്റെ അടുത്ത് വായിച്ച്, ബാബുപോൾ എന്ന കാര്യമാണ് വിടിയും, അത് തീരുമാനമായിക്കണോ എന്നാ അതാണ് പറഞ്ഞോളി. എന്നാ പിന്നെ അവിടുന്ന് തുടരാം നമുക്ക് ചർച്ച. യഹോവ എന്ന കാര്യം തീരുമാനമായിക്കണോ, ജഹോവ എന്ന് വായിക്കണം തീരുമാനമായിക്കണോ, യാഹ്വേ എന്ന് വായിക്കണം തീരുമാനമായിക്കണോ, അഡോണായി എന്ന് വായിക്കുന്നത് പോലെ യഹോവായി എന്ന് വായിക്കണോ, അതോ മെനോറ എന്ന് പറയുന്നത് പോലെ യഹോവ എന്ന് വായിക്കണോ, അതൊക്കെ ചർച്ചകൾ തന്നെയാണ്. ആ ചർച്ച മാത്രം ബാബുപോളിനെ ഉദ്ധരിച്ച് എന്റെ വാദത്തിന് പിൻബലമായ ഒരു തെളിവ് പോലും ഞാൻ ബാബുപോളിനെയോ അല്ലെങ്കിൽ ഫ്രാൻസിസ് ബ്രൗണിനെയോ ഉദ്ധരിച്ചിട്ടില്ല. ബൈബിൾ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ചോദ്യം ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ സംസാരിച്ചു. ഇതിന് മുമ്പത്തെ ആൾ സംസാരിച്ചു പറഞ്ഞു ഖുർആന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റൂല. ഇപ്പത്തെ ആള് മറുപടി പറയാൻ പോകുന്നത് ഞങ്ങൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. ആ സ്ഥിരപ്പെടുത്തിയ ആയത്തൊന്ന് ഓതിയാൽ മതി, നമുക്ക് പ്രശ്നം തീർന്നല്ലോ. നമ്മളെ വിഷയം മുഹമ്മദ് നബി പ്രവാചകൻ അല്ല എന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എന്നാണ്. പ്രവാചകൻ എന്നതിന് ഉപയോഗിക്കുന്ന പദം നബി എന്നാണ്. ദൂതൻ, അയക്കപ്പെട്ടവൻ എന്നതിന് ഉപയോഗിക്കേണ്ട പദം റസൂൽ എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അല്ല എന്നോ നബി അല്ല എന്നോ പരാമർശിക്കുന്ന ഒരായത്തോതുക. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും യാതൊന്നും ഉപയോഗിക്കാതെ ആ ചർച്ചയുടെ മാന്യതയിൽ ഖുറാനും തന്നെ ഉദ്ധരിക്കുന്നു. പ്രവാചകന് നൽകിയ ഖുറാനിൽ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കാണുന്നു. സൂറ 19:62 തങ്ങളുടെ ആഹാരം രാവിലെയും വൈകുന്നേരവും അവർക്ക് അവിടെ നിന്ന് കിട്ടും. 83:25 സീൽ വയ്ക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കുവാൻ കൊടുക്കപ്പെടും. 56:21 അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസം അവർക്ക് അവിടെ ലഭിക്കും. 77:33 മുതൽ 34 വരെ ഭാഗങ്ങൾ തുടുത്ത മാറുവിടമുള്ള സമപ്രായക്കാര തരുണികളും ലഭിക്കും. ചോദ്യം: ഇറച്ചിയും മദ്യവും മറ്റാഹാരങ്ങളും കഴിച്ചാൽ വിസർജിക്കണം. വിസർജിക്കണമെങ്കിൽ അവിടെ വിസർജിക്കുവാനുള്ള സൗകര്യമുണ്ട്. 2, ഇവയൊന്നും കഴിക്കാതെ സ്ത്രീ സംഭോഗത്തിൽ ഏർപ്പെടാതെ പരലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസൽമാന് അതിനവിടെ കഴിയുമോ? ഇവിടെ അശുദ്ധമായത് അവിടെ വിശുദ്ധമായതെങ്ങനെ? ബഹുമാനപ്പെട്ട സജീർ
ഖുർആനിൽ നിന്ന് താൻ്റെ ഇതിന് ആൻസർ പറയണം. ഹലോ സഹോദര, ഇപ്പൊ സംസാരിച്ച് മറുപടി ഇല്ലാതെ ഇപ്പൊ ചോദ്യമായിരുന്നു. എന്റെ ചോദ്യം സഹോദര, ഇത് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട അവസരമല്ല, അത് നിങ്ങൾക്ക് അടുത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാൽ ഓരോന്നിനും മറുപടി ഞങ്ങൾ പറയും. ഇപ്പൊ നിങ്ങൾ മറുപടി പറയേണ്ട അവസരം. പിന്നെ സ്വർഗത്തിലൂടെ വിസർജിക്കാൻ സ്ഥലം നാം ഉപരി ചോദിച്ചത്, വിസർജിക്കാനുള്ള സ്ഥലമല്ലല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണത്. ഇപ്പൊ നമ്മൾ സംവാദം, വിസർജിക്കാനുള്ള സ്ഥലം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, നമ്മൾ ഡയലോഗ്, ഇപ്പൊ ഡയലോഗാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ സംവാദം എന്ന് പറഞ്ഞാലും അല്ലെങ്കിലും വിസർജിക്കാനുള്ള സ്ഥലം നമുക്ക് ഇത് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത് പ്രവാചകനാണോ അല്ലേ? നമ്മൾ വ്യവസ്ഥ എഴുതിയത് അതിനാണ്, വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ്. മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് ഖുർആൻ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും എന്ന വ്യവസ്ഥ. ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ള എന്ന് ഖുർആൻ ഓതി ആയത്തോതി പറഞ്ഞപ്പം ഒരു കാമ ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം അത് ഖുർആൻ വേറെ ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞു വന്നു. പക്ഷേ ജോൺസൺ സാർ വ്യവസ്ഥ എഴുതിയ ഖുർആൻ ഇതല്ലേ എന്ന് ചോദിച്ചപ്പം പിന്നെ അതിനെ സംബന്ധിച്ചുകൊണ്ടില്ല. ഇപ്പൊ പിന്നെ അതെല്ലാം കഴിഞ്ഞ് മൂപ്പർക്ക് വിസർജിക്കാനൊരു സ്ഥലം വേണം. അത് എവിടെയാണ് എന്നുള്ള സംശയത്തിലാണ്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. വിസർജിക്കണോ വേണ്ട സ്ഥലം എവിടെയൊക്കെ. നിങ്ങൾ മുഹമ്മദ് നബി പ്രവാചകൻ ആണ് എന്ന് ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ച സ്ഥിതിക്ക് ഖുർആൻ കൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് തെളിയിക്കൽ നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾ തെളിയിക്കണം. അതാണ് ഈ വ്യവസ്ഥയിൽ നമ്മൾ എഴുതിയത്. മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഖുർആൻ കൊണ്ട് ഞങ്ങൾ തെളിയിക്കുമെന്ന് ഞങ്ങളോട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടാണ് ഈ ജോൺസൺ സാർ വ്യവസ്ഥ എഴുതിയത്. അതുകൊണ്ട് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ല, അഥവാ മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്, നബിയാണ് എന്ന് പറയുന്ന ആയത്ത് ഖുർആനിലുണ്ട്. എന്നാൽ മുഹമ്മദ് നബി റസൂലല്ല, നബിയല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സൂക്തം നിങ്ങൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കേണ്ടിയിരുന്നു. അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഖുർആൻ കൊണ്ട് മുഹമ്മദ് നബി റസൂലല്ല അതല്ലെങ്കിൽ നബിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യവസ്ഥ മാറ്റി എഴുതിയിട്ട് സ്വർഗത്തിനെ കുറിച്ചും വിസർജനത്തിനെ കുറിച്ചും നമുക്ക് ഇൻഷാല്ലാ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാം. അത് നമുക്ക് വേറെ വ്യവസ്ഥ എഴുതാം. അതിനു വേണ്ടിയാണ്, വ്യവസ്ഥയിൽ ഒതുങ്ങി സംസാരിക്കാൻ വേണ്ടിയാണ് മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്ന് ജോൺസൺ സാറിന്റെ മുന്നിൽ വെച്ച് വ്യവസ്ഥ എഴുതിയത്. ഈ വ്യവസ്ഥയിൽ ഒതുങ്ങി സംസാരിക്കാനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വ്യവസ്ഥയിൽ ഒതുങ്ങി മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് അതല്ലെങ്കിൽ റസൂലല്ല നബിയല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാഴ്ചയുടെ തുണ്ട് നിങ്ങൾ തെളിയിക്കുക. മുഹമ്മദ് നബിയെ കുറിച്ച് ഖുറാനിൽ നബി എന്നും റസൂൽ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് അത് സത്യപ്രവാചകനല്ല എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാചകനുണ്ടാകേണ്ട ഗുണഗണങ്ങൾ അത് പല കാര്യങ്ങളും അദ്ദേഹം ഗണ്ണിച്ചിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഖുറാൻ ഉപയോഗിച്ചത് പ്രവാചക ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഖുറാൻ ഉപയോഗിച്ചത്. അതിനുശേഷം ഹദീസിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഖുറാനിക അദ്ദേഹത്തിന്റെ നബിയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം പറഞ്ഞ പല പ്രമാണങ്ങളും അദ്ദേഹം ലംഘിച്ചു, പല മാനവികമായ പല കാര്യങ്ങളും അദ്ദേഹം ലംഘിച്ചു. ഇത്തരം ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് സത്യപ്രവാചകനാകാൻ വഴിയില്ല എന്നാണ് ഞങ്ങൾ ഖുർആൻ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പൊരുത്തക്കേടുകൾ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾ പറയുന്നതുപോലെയുള്ള ഒരു വാചകം, അതായത് ഞാൻ ദൈവത്തിന്റെ പ്രവാചകനല്ല എന്നുള്ള വാചകം ഖുർആനിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കിട്ടുകയില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തെഴുതിച്ച ഒരു പുസ്തകമാണ് ഖുർആൻ. അതിലെഴുതിയിരിക്കുന്നത് ഉടനീളം അല്ലാഹുവിന്റെ പ്രവാചകനാണ് താൻ എന്നാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പരിശോധിക്കുമ്പോൾ, ഹദീസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രവാചകനെ സത്യപ്രവാചകനാണോ അല്ലയോ എന്നുള്ള പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സത്യപ്രവാചകനല്ല എന്ന് പറയുവാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ പുസ്തകങ്ങൾ പരിശോധിച്ചത് ഖുർആനാണ് പരിശോധിച്ചത്. അതിൽ നിന്ന് ഞങ്ങൾ ലഭിക്കാവുന്ന തെളിവുകൾ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല എന്ന് മാത്രം. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൂടുതലൊന്നും പറയാൻ കഴിയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതന്നെ ഈ പരിപാടിയുടെ വിജയം. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. മൂപ്പർക്ക് അപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു വ്യവസ്ഥ ധരിക്കാമല്ലോ അല്ലെ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്നാ ചർച്ച ചെയ്യണം എന്നാ പറഞ്ഞത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഖുർആനിലെ സത്യപ്രവാചകൻ, സത്യം നിന്റെ പേരെന്താ? ഹക്ക് എന്നല്ലേ? ഇന്ന അർസൽനാക ബിൽ ഹഖ്, സത്യപ്രവാചകനായിട്ട് നിങ്ങൾ ചോദിച്ചു ഖുർആനിലുണ്ട്. അത് ബൈബിളിൽ യേശുക്രിസ്തു അവകാശപ്പെട്ട അതേ പദാണ്. വാണ ഇൻസാനും കത് അല്ലമക്കും ബിൽ ഹഖ്ഇല്ലദീ സമയകും മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് കേട്ട സത്യം പഠിപ്പിക്കാൻ വന്ന ആളാണ് ഞാൻ. അതാണ് ബൈബിളിലുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വചനം പരിശോധിച്ച് നോക്കൂ.
അപ്പൊ 8-ാം അധ്യായം 40-ാം വചനത്തിൽ പറഞ്ഞ ആ സത്യം പറയാൻ വേണ്ടി വന്ന പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. ഖുർആൻ ഞങ്ങൾ ഓതി. ഇപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. ആയിക്കോട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു വ്യവസ്ഥ ചെയ്താം. നമ്മളിപ്പോ മുഹമ്മദ് നബിയുടെ സ്വഭാവം അത് ഖുർആനുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ, ചര്യ, എല്ലാ സംശയത്തിനും ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. തുറന്നു വെച്ച പുസ്തകമാണ്. ഞങ്ങൾ ഇപ്പൊ വ്യവസ്ഥ, എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എന്താ നിങ്ങൾ അതിന് തയ്യാറാവാത്തത്? നിങ്ങൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ചർച്ച ഉണ്ട്, ചര്യയുണ്ട്, അങ്ങനെ എത്ര ചര്യ. ചോദ്യം ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസരത്തിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ നമ്മുടെ അവസ്ഥ, നമ്മുടെ കാര്യം എന്താണെന്ന് നെഞ്ചത്ത് കൈവച്ചിങ്ങനെ പെടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യമല്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. ഖാതമൻ നബിയീൻ, നബിമാരിലെ അവസാനത്തെ ആളാണ്. നബി എന്നും റസൂൽ എന്നും മുത്തുനബിയെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് പ്രവാചകൻ അല്ല എന്ന് തെളിയിക്കേണ്ട ആൾ അറബിയിലുള്ള റസൂല്, നബി എന്ന പദങ്ങൾ നബി തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും.